തറമേളം പൂർത്തിയാക്കി പാറമേക്കാവ് ഭഗവതിയും തെക്കോട്ടിറക്കം നടത്തി. പാറമേക്കാവ് ഭഗവതി കൊച്ചി രാജാവിന്റെ പ്രതിമയെ വലം വെച്ച് തിരിച്ച് പ്രദക്ഷിണ വഴിയിൽ നിലകൊണ്ടതിനു ശേഷം ഇതാ കുടമാറ്റത്തിന്റെ നിമിഷങ്ങൾ. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും കുടമാറ്റം. നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പരമാവധി ആകർഷകമായ കുടകൾ ഉയർത്താനുള്ള ശ്രമത്തിലാണ് തിരുവമ്പാടിയും പാറമേക്കാവും. നമുക്ക് ഇക്കുറി 1 മണിക്കൂർ സമയമില്ല, 1.25 മണിക്കൂർ വരേക്കും നീളാറുള്ള രാത്രിയായാലും ഇരുട്ടു വീണാലും അസ്തമിക്കാത്ത ആ കുടകളുടെ പ്രപഞ്ചം ഇക്കുറി കാണാനാകില്ല. എങ്കിലും നിശ്ചയിക്കപ്പെട്ട സമയത്തിനകം തന്നെ പണിതീർത്ത കുടകളിൽ കുറച്ചെങ്കിലും ഉയർത്തി ജനത്തെ ആവേശത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് തിരുവമ്പാടിയും പാറമേക്കാവും. നിശ്ചയിക്കപ്പെട്ട സമയം തീരുന്നതിന് മുൻപ് ഒറ്റക്കുടകൾ പരമാവധി ഉയർത്തി അവർ ഇതാ ഈ പൂരാവേശത്തിൽ പങ്കുചേരുകയാണ്. വെളുപ്പിന് കണിമംഗലം ശാസ്താവിൻ്റെ ശ്രീമൂലസ്ഥാനത്തേക്കുള്ള ശ്രീ വടക്കുംനാഥ സന്നിധിയിലേക്കുള്ള പുറപ്പാടോടുകൂടി പൂരം പുറപ്പാടോടുകൂടി ആരംഭിച്ച ഈ പൂരക്കാഴ്ചകൾ, ഈ പകലിൻ്റെ കാഴ്ചകൾ ഈ കുടമാറ്റത്തോടുകൂടി അവസാനിക്കുമ്പോഴും പൂരം അവസാനിക്കുന്നില്ല. രാത്രി പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി പാറമേക്കാവ് വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പ് തുടങ്ങും. തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് രാത്രി 11:30 മഠത്തിൽ നിന്നും ആരംഭിക്കും. രാവിലെ കൊട്ടിത്തിമിർത്ത മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ ആവർത്തനവുമായി തിരുവമ്പാടി രാത്രിയിൽ നമ്മെ വീണ്ടും ആവേശത്തിലാക്കും. ആവേശകരമായ കാഴ്ചകളിലേക്ക് ഈ രാത്രി പോകുമ്പോഴും ഇതാ കുടമാറ്റം തെക്കേ ഗോപുരനടയിൽ തുടരുകയാണ്. വീണ്ടും ഒരേ നിറമുള്ള, എന്നാൽ അതിൽ പല രൂപങ്ങൾ ചേർത്ത, പല ചായങ്ങൾ വിതറിയ വെള്ളി അലുക്കുകളാലും സ്വർണ്ണ അലുക്കുകളാലും നിർമ്മിക്കപ്പെട്ട കുടകൾ, ഒരേ നിറമുള്ള കുടകൾ മാറി മാറി ഉയർത്തുന്നു തിരുവമ്പാടിയും പാറമേക്കാവും. പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ കുടമാറ്റമെന്നറിഞ്ഞിട്ടും അത്രയെങ്കിൽ അത്രയും മതി എന്ന് മനസ്സിൽ കണക്ക് വെച്ച് എത്തിച്ചേർന്ന പതിനായിരക്കണക്കിന് പൂരപ്രേമികൾ അലയടിക്കുന്ന സാഗരമായി ഇതാ തെക്കേ ഗോപുരനടയിൽ അവനെ സാക്ഷിയാക്കി, ശ്രീ വടക്കുംനാഥനെ സാക്ഷിയാക്കി ഇതാ കുടമാറ്റം തെക്കേ ഗോപുരനടയിൽ ഇതാ അവസാനിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനിയുമുണ്ട് ആഹ്ലാദകരമായ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന പല നിറമുള്ള പല നിലകളിലുള്ള കുടകൾ. എങ്കിലും ഇതാ ഞങ്ങളെ വിട്ടു പിരിഞ്ഞവരോടുള്ള ആദര സൂചകമായി
അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നിത്യപ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ കുടകളൊന്നും ഇക്കുറി ഉയർത്തുന്നില്ല. ഞങ്ങൾ ഇതാ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും പ്രണമിക്കുന്നു. ആചാരം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇതാ ഈ ഒറ്റക്കുടകൾ നിങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും ഇതാ ഒറ്റ നിലയുള്ള കുടകൾ തന്നെ ആവർത്തിക്കപ്പെടുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഗജവീരന്മാർക്കു മീതെ ആൾക്കൂട്ടത്തെ ആവേശത്തിലാക്കിക്കൊണ്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വരേക്കുമോ നീളാൻ സാധ്യതയുണ്ടായിരുന്ന കുടമാറ്റം 15 മിനിറ്റിലേക്ക് ഈ വർഷം ഒതുങ്ങുന്നുവെങ്കിലും ആൾക്കൂട്ടത്തിന്റെ ആവേശം ഒട്ടും തന്നെ കുറയുന്നില്ല. തങ്ങളെ വിട്ടുപിരിഞ്ഞവരോടുള്ള ആദര സൂചകമായി ഇതാ ഞങ്ങൾ ഈ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ ഒറ്റ നിലയുള്ള കുടകളിൽ സംതൃപ്തരാണ് എന്ന് ഈ ആൾക്കൂട്ടം വിളിച്ചു പറയുന്നു ലോകത്തോട്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും കുടമാറ്റം തെക്കേ ഗോപുര നടയിൽ കുടമാറ്റം കാണാൻ വേണ്ടി മാത്രം, തെക്കോട്ടിറക്കം കാണാൻ വേണ്ടി മാത്രം എത്തിച്ചേർന്ന 10,000കണക്കിന് പൂരപ്രേമികൾ അലയടിക്കുന്ന സാഗരമായി ഇതാ തൃശ്ശൂരിൻ്റെ തെക്കേ ഗോപുര നടയിൽ എത്രയോ ചരിത്ര സംഭവങ്ങൾക്ക്, എത്രയോ അവിസ്മരണീയമായ സന്ദർഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള തൃശ്ശിവപ്പേരൂരിൻ്റെ തെക്കേ ഗോപുര നടയിൽ ഇതാ അവിസ്മരണീയമായ ഒരു കുടമാറ്റം കൂടി, ഒരു തെക്കോട്ടിറക്കം കൂടി പെയ്തു തീരുകയാണ്. കണിമംഗലം ശാസ്താവിൻ്റെ പൂരത്തോടുകൂടി ആരംഭിച്ച കാരമുക്ക് ഭഗവതിയുടെ പൂരത്തോടുകൂടി പുറപ്പെട്ട പനമുക്കും പിള്ളിയുടെ പൂരം, ചെമ്പൂക്കാവ്, ചൂരക്കോട്ടുകാവ്, ലാലൂര്, അയ്യന്തോൾ, നെയ്തലക്കാവ് എന്നീ ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങളോടുകൂടി പുറപ്പെട്ട ഈ പൂരനാൾ, ഈ പൂരദിനത്തിൻ്റെ ആവേശം ഈ കുടമാറ്റത്തോടുകൂടി കെട്ടടങ്ങുന്നു എന്ന് പ്രിയപ്പെട്ട പൂരപ്രേമികളെ, പ്രേക്ഷകരെ നിങ്ങൾ കരുതരുത്. ഇതെല്ലാം ഈ പൂരച്ചടങ്ങുകൾ എല്ലാം ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങൾ, മഠത്തിൽ വരവ്, പഞ്ചവാദ്യം, പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, ഇതെല്ലാം കുടമാറ്റം ഒഴികെയുള്ള ചടങ്ങുകൾ എല്ലാം തന്നെ രാത്രിയിലും ആവർത്തിക്കപ്പെടും എന്ന് ഈ പൂരനഗരം നാട്ടുകാരോട്, ലോകത്തോട് മുഴുവൻ പറയുകയാണ്. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി പാറമേക്കാവ് വിഭാഗത്തിൻ്റെ രാത്രി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. പാണി കൊട്ടി ചെമ്പടമേളവുമായി 10 മണിക്ക് ശേഷമാകും പാറമേക്കാവ് ദേവി പുറത്തേക്ക് എഴുന്നള്ളുക. ആ കാഴ്ചകളിലേക്ക് ഉണരാൻ പോവുകയാണ് ഈ രാത്രി. തൃശ്ശൂർ നഗരത്തിന് ഇന്നുറക്കമില്ലാത്ത രാത്രിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.